ഒരു വീട് പണിയുമ്പോൾ ഫോളോ ചെയ്യേണ്ട കംപ്ലീറ്റ് പ്രൊസീജിയറിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 2D പ്ലാനാണ്. ഈ 2D പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന അടുത്തുള്ള ഒരു കോൺട്രാക്ടറിനെ കൊണ്ടല്ല ഈ 2D പ്ലാൻ ഉണ്ടാക്കിക്കേണ്ടത്. നിങ്ങൾ നല്ലൊരു എഞ്ചിനീയറിനെ കൊണ്ടോ ആർക്കിടെക്റ്റിനെ കൊണ്ടോ വേണം ഈ 2D പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് അതിന് എന്ത് കോസ്റ്റ് വന്നാലും ശരി, നിങ്ങളതല്ലാതെ ഒരു ലോക്കൽ പ്ലാനൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് നിങ്ങൾ വീട് പണിയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങൾ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ആ ആർക്കിടെക്റ്റിനും എഞ്ചിനീയറിന് പോകുന്ന ഫീസ് അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് 3D എക്സ്റ്റീരിയർ എലിവേഷൻ ആണ്. നോർമലായി കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ടിലത്തെ വ്യൂ, പിന്നെ ഒരു സൈഡിലത്തെ വ്യൂ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ 3D എക്സ്റ്റീരിയർ എലിവേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. മിനിമം നമ്മുടെ 4 സൈഡിൽ നിന്നുള്ള 3D എക്സ്റ്റീരിയർ എലിവേഷന്റെ വ്യൂ എങ്കിലും നമ്മൾ ഉണ്ടാക്കണം. പറ്റുന്നതാണെങ്കിൽ ഒരു സീലിംഗ് വ്യൂവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ വോക്ക് ത്രൂ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതല്ലാന്നാണെങ്കിൽ നിങ്ങൾ 2 സൈഡിലത്തെ വ്യൂ മാത്രമാണെങ്കിൽ ബാക്കി 2 സൈഡിലത്തെ വ്യൂ നിങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് നമ്മുടെ വർക്ക് നടക്കുന്ന ഇടയിലായിട്ടായിരിക്കും. നിങ്ങൾക്ക് മറ്റേ 2 വ്യൂവിൽ കിട്ടിയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ അവിടെ കിട്ടാൻ പോകുന്നില്ല. അത് പണിയുന്ന കോൺട്രാക്ടർ ആരാണോ അയാളുടെ ഐഡിയക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 4 സൈഡിലുള്ള വ്യൂവും ഒരു ടോപ്പ് വ്യൂവും വീഡിയോ വ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫുൾ ലെവലിൽ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ നമ്മുടെ വീടിന്റെ ഔട്ടർ ലുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പ്ലാനും 3D റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് സ്ട്രക്ചറൽ ഡിസൈൻ. ഇത് വീടിന്റെ കാര്യം വരുമ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു എതിർപ്പാണ്, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിന്റെ ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോക്കൽ കോൺട്രാക്ടറിനെ കൊണ്ടാണ് പണി ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തായാലും വീട് പണിയുമ്പോൾ സ്ലാബ്, ബീം, കോളം, ലിൻഡിൽ, സൺഷെയ്ഡ് ഒന്നും പണിയാണ്ട് നമുക്ക് വീട് പണിയാൻ പറ്റില്ല. ഈ സംഭവത്തിലൊക്കെ യൂസ് ചെയ്യാൻ പോകുന്ന കോൺക്രീറ്റും അതേപോലത്തെ റീഎൻഫോഴ്സ്മെന്റും ഇതൊക്കെ അയാളുടെ ഐഡിയക്കാണ് അവിടെ വരാൻ പോകുന്നത്. അതല്ലാതെ കറക്റ്റ് അവിടെ വേണ്ട സാധനങ്ങളല്ല. പല സമയത്തും നമ്മൾ വീടിൽ നമ്മൾ ആവശ്യമുള്ള കൂടുതൽ റീഎൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്ത് കാണാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ക്രാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പല സമയത്തും നമ്മൾ ആവശ്യമുള്ള റീഎൻഫോഴ്സ്മെന്റ് അവർ വരാത്ത സിറ്റുവേഷനും കാണുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ വീടിന്റെ സ്റ്റെബിലിറ്റിക്ക് ബാധിക്കും. ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള പല വീടുകളും നമ്മൾ സൂപ്പർവിഷന് വേണ്ടി പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇല്ലാതിരിക്കാനും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള കോൺക്രീറ്റും ആവശ്യമുള്ള സ്റ്റീലും ഒപ്റ്റിമൈസ്ഡ് ലെവലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. ഈ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് കൊടുക്കാൻ പോകുന്ന കോൺട്രാക്ടർക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നല്ലൊരു സ്ട്രക്ചറൽ ഡിസൈൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിനെ കൊണ്ട് വേണം സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യിക്കാനായിട്ട്. കാരണം അവർക്കാണ് ഇതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് കാൽക്കുലേഷനും കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംഭവം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഇന്റീരിയർ ഡിസൈൻ. ഇന്റീരിയർ ഡിസൈൻ കേൾക്കുമ്പോഴത്തേനും അത് വേണ്ടാന്ന് വിചാരിക്കരുത്. ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ എന്താ പറയുക പൈസ ചെലവാക്കുന്ന സാധനങ്ങളൊന്നും കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയല്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്താൽ മതി. ഇതിന് സിംപ്ലസ്റ്റ് ഫോം എന്താന്ന് പറഞ്ഞാൽ പെയിന്റിന്റെ കോമ്പിനേഷൻ, നമ്മളെ സോഫ സെറ്റിന്റെ അറേഞ്ച്മെന്റ്, അതേപോലെ തന്നെ നമ്മുടെ വിൻഡോ കാര്യങ്ങൾ, കബോർഡ് കാര്യങ്ങൾ, ഇതിൻ്റെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ് തന്നെ നമ്മുടെ വീടിന്റെ മൊത്തം ഔട്ട്ലുക്കിനെ മാറ്റിമറിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇത് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു റെഫറൻസ് പോയിന്റ് ഉണ്ടാവും. ഇന്റീരിയർ ഡിസൈൻ ചെയ്യാതെയാണ് നിങ്ങൾ വീട് പണിയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാവില്ല. കാലാകാലം നിങ്ങൾ ആ വീടിന്റെ ഉള്ളിൽ പല പല സാധനങ്ങൾ മേടിച്ച് നമ്മുടെ കയ്യിലുള്ള പൈസ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ റെഫറൻസ് പോയിന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ റെഫറൻസ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഓരോ തവണയായിട്ട് വാങ്ങുക. അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ ഓരോ കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് പതുക്കെ എത്തിയാലും മതി. പക്ഷെ നമുക്ക് റെഫറൻസ് പോയിന്റ് ഉണ്ടാവും. ഇതാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടുള്ള നമ്മുടെ ഗുണം. അടുത്ത ഒരു സംഭവമാണ് MEP ഡിസൈൻ അഥവാ മെക്കാനിക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡിസൈൻ. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണിത്. അധികം ആൾക്കാർക്ക് അറിയില്ലെങ്കിലും ഇത് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓരോ ഇലക്ട്രിക്കൽ ലൈനുകളും പ്ലംബിംഗ് ലൈനുകളുടെ ഡിസൈനാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ലൈനുകളുടെ മാത്രമല്ല, അവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഓരോ അപ്ലയൻസസിന്റെയും പൊസിഷൻ, അതിന്റെ കപ്പാസിറ്റി, അതിനെ സംബന്ധിച്ചിടത്തോളം A to Z കാര്യങ്ങൾ നമ്മുടെ MEP ഡിസൈനിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ AC പൊസിഷൻ, അത് നമ്മുടെ സീലിംഗിൽ നിന്ന് എത്ര വിട്ടിട്ടാണ്, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എത്ര വിട്ടിട്ടാണെന്നുള്ള അതിന്റെ പൊസിഷൻ, അതേപോലെ തന്നെ അതിന്റെ 2 സൈഡിൽ നിന്ന് വോളിൽ നിന്ന് എത്ര വിട്ടിട്ടാണെന്നുള്ള പൊസിഷൻ, നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിൽ ക്ലോസറ്റിന്റെ പൊസിഷൻ, അതിലേക്ക് വരുന്ന ലൈന്, ഇപ്പൊ എത്ര ഇഞ്ചിന്റെ പൈപ്പാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്, ആ പൈപ്പിന്റെ പൊസിഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വയറുകൾ, ഇലക്ട്രിക്കൽ വയറുകൾ 1.5 mm സ്ക്വയർ, 2.5 mm സ്ക്വയർ, 2 കോർ, 4 കോർ, ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ സീലിംഗിൽ കൂടെയാണ് വയർ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ബോളിൽ കൂടെയാണ് വയർ കൊണ്ടുപോകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡിസൈനാണ് നമ്മുടെ MEP ഡിസൈനിൽ ഉണ്ടാകുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ടീമിന് നമ്മൾ വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡ്രോയിങ് അവരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രോയിങ് വരെ ചെയ്യാന്നുള്ളതാണ് അവരുടെ ജോലി. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എങ്ങനെയാണ് ലൈൻ പോയിട്ടുള്ളത് അതേപോലെ ചെയ്താൽ മതി. അല്ലാതെ അവിടെ നിന്ന് ആലോചിച്ച് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ തന്നെ ലേബർ കോസ്റ്റ് വളരെയധികം ലാഭിക്കാൻ പറ്റും. ഇതൊക്കെ പുറമെ ഫ്യൂച്ചറിൽ മെയിൻ്റനൻസിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ
ഏതെങ്കിലും ലൈറ്റ് വർക്ക് ചെയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് വരികയോ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് MEP ഡിസൈൻ എടുത്ത് നോക്കിയാൽ മതി എവിടെയാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാനായിട്ട്, ഏത് ലൈനാണ് ഏത് പൊസിഷനിലൂടെ പോയിട്ടുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും MEP ഡിസൈൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും തരത്തിൽ റെനോവേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വീട്ടിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും. കാരണം നമ്മൾ ഈ വേണ്ട എല്ലാ ഡിസൈൻ ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ കൊണ്ടുവരണമെങ്കിൽ വളരെ മിനിമം ചാർജിൽ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. കാരണം നമ്മുടെ കയ്യിൽ MEP ഡിസൈൻ ഉണ്ട്, സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ട്. ഈ രണ്ട് ഡിസൈൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഏതൊക്കെ സ്ഥലത്തിൽ കൂടെയാണ് ലൈൻ പോയിട്ടുള്ളതെന്നും എവിടെയൊക്കെ എന്തൊക്കെ തരത്തിൽ റീഎൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ളതെന്നും ഒക്കെ നമുക്ക് ക്ലിയർ ആവും. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് നമ്മൾ ഡെമോളിഷ് ചെയ്താലാണ് നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാൻ പറ്റും. ഇതുവഴി നമ്മുടെ എക്സ്റ്റൻഷൻ ആയാലും ശരി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ വീടിന് ഉള്ളിൽ ചെയ്യാനായിട്ടായാലും ശരി നമുക്ക് സാധിക്കും. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഫുൾ ഡിസൈൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ ഇതിന്റെ കോസ്റ്റ് ആണെങ്കിൽ, ഒരു ഫുൾ വീട് ഫിനിഷ് ചെയ്യുന്നതിന്റെ 1% കോസ്റ്റ് മാത്രമാണ് ഒരു ഫുൾ ഡിസൈൻ ചെയ്യാനായിട്ട് വരുള്ളൂ. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും വീട് ജീവിതത്തിൽ ഒരിക്കലേ പണിയുള്ളൂ. അത് നമ്മുടെ ഫുൾ സാറ്റിസ്ഫാക്ഷനോട് പണിയാനായിട്ട് ഒരു വീടിന്റെ ഫുൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്.